ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ നമുക്കറിയാം LSGD എക്സാമിനേഷൻ നവംബർ 27 നടക്കുകയാണ് അല്ലേ. ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോപ്പ് 30 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ എയിംസിൻ്റെ ഒരു സീരീസ് നമ്മൾ ഡെയിലി 20 ക്വസ്റ്റ്യൻസ് വെച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എയിംസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക കേട്ടോ. സോ ഡെയിലി 20 ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും വേറെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതിൽ നമ്മൾ ടോപ്പ് 30 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LSGD എക്സാമിനേഷന് വേണ്ടിയിട്ട്. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസോട് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ അതുപോലെ തന്നെ നമുക്ക് കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള ഫാർമസിസ്റ്റ് റിലേറ്റഡ് വേക്കൻസീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്കുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, എ പ്രോസസ് ദാറ്റ് റിമൂവ്സ് ഇൻഫെക്ഷൻ പൊട്ടൻഷ്യൽസ് ബൈ ഡിസ്ട്രോയിങ് മൈക്രോ ഓർഗനിസം. ഓക്കെ, ഓപ്ഷൻസ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? ഒന്ന് ഗ്രാനുലേഷൻ, ഗ്രാനുലേഷൻ, സ്റ്റെറിലൈസേഷൻ, ക്ലാരിഫിക്കേഷൻ, ഡിസ്ഇൻഫെക്ഷൻ. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് നമ്മൾ എന്താ റിമൂവ് ഇൻഫെക്ഷൻ പൊട്ടൻഷ്യൽസ് ബൈ ഡിസ്ട്രോയിങ് ദി മൈക്രോ ഓർഗനിസം. നമുക്കറിയാം സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻക്ലൂഡിങ് സ്പോർസ് അല്ലേ, സ്പോർട്സും കൂടി വേണമെങ്കിലാണ് സ്റ്റെറിലൈസേഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ജസ്റ്റ് മൈക്രോ ഓർഗനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് ഇൻഫെക്ഷൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ദാറ്റ് ഈസ് കോൾഡ് ഡിസ്ഇൻഫെക്ഷൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഹോൾഡിംഗ് ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടൈം യൂസിങ് ഫോർ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻസ് ഇൻ ആൻ ഓട്ടോക്ലേവ്. സോ അതിൽ നമുക്ക് മോയിസ്റ്റ് സ്റ്റെറിലൈസേഷൻ്റെ ടെമ്പറേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ എ 115 ഡിഗ്രി സെൽഷ്യസ് ടു 116 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ്, ബി വന്നിരിക്കുന്ന 100 ഡിഗ്രി സെൽഷ്യസ് ടു 111 ഡിഗ്രി സെൽഷ്യസ് ഫോർ 60 മിനിറ്റ്, സി 115 ഡിഗ്രി സെൽഷ്യസ് ടു 118 ഡിഗ്രി സെൽഷ്യസ് ഫോർ 60 മിനിറ്റ്, ആൻഡ് ഡി 121 ഡിഗ്രി ടു 124 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ്. സോ നമുക്ക് മോയിസ്റ്റ് സ്റ്റെറിലൈസേഷൻ്റെ മൂന്ന് ടെമ്പറേച്ചർ നമുക്ക് പഠിക്കാനുണ്ട്. അത് കറക്റ്റായിട്ട് തന്നെ പഠിച്ചിട്ട് തന്നെ പോവാം കേട്ടോ. അതിൽ ടെമ്പറേച്ചർ വന്നിരിക്കുന്നത് എന്താണ്? 115 ടു 116 ഡിഗ്രി. നമ്മൾ സാധാരണ നമ്മൾ പഠിക്കുമ്പോൾ അറിയില്ല, 115 ടു 118 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 30 മിനിറ്റ് ടൈം ആയിരിക്കും നമുക്ക് വരിക. അതുപോലെ തന്നെ 121 ടു 124 ആണെങ്കിൽ 124 ആണെങ്കിൽ നമുക്ക് വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്സ് ആയിരിക്കും അല്ലേ. അത് 126 ടു 129 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലോ നമുക്ക് 10 മിനിറ്റ് മതി. സോ ആ ഒരു ഇത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റായിട്ട് വരുന്ന ഏതാണ്? 115 ടു 116 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ആണ് അല്ലേ. ഇതിൽ നമുക്ക് 30 മിനിറ്റ് അല്ലേ, നമുക്ക് 15 മിനിറ്റ്സ് ആയിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഇത് 30 മിനിറ്റ് ഈ ടൈം അല്ലേ മാച്ച് ആവുന്നത് കൂടുതലായിട്ട്. സോ അതാണ് ആൻസറായിട്ട് നമുക്ക് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിൽറ്റർ ഈസ് നോട്ട് എ ബാക്ടീരിയ പ്രൂഫ് വൺ. ഓക്കെ, ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റർ അല്ലാത്തത് ഏതാണ്? സെറാമിക് ഫിൽറ്റർ, മെംബ്രെയിൻ ഫിൽറ്റർ, സീഡ്സ് ഫിൽറ്റർ ആൻഡ് ഫിൽറ്റർ ക്ലോത്ത്. സോ ഇതിന് ആൻസർ ഏതാണ്? ഫിൽറ്റർ ക്ലോത്ത് ആണ്. ലാർജ് പോർ സൈസ് ആണ് വരുന്നത്. സോ അതാണ് ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റർ അല്ലാത്തത്. ഓക്കെ, മെംബ്രെയിൻ ഫിൽറ്റർ എന്ന് പറയുന്ന സൈസ് എത്ര? 0.2 മൈക്രോമീറ്റർ. ഓക്കെ, അതാണ് നമുക്ക് ബാക്ടീരിയ പ്രൂഫ് വൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ടാബ്ലറ്റ്സ് വിച്ച് ആർ ഡിസൈൻ ടു പ്ലേസ് അണ്ടർ ദ ടങ് ഫോർ ഡിസിൻറ്റഗ്രേഷൻ, ഡിസൊല്യൂഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഡയറക്ട്ലി ആർ കോൾഡ്. സോ അണ്ടർ ദ ടങ് വയ്ക്കുന്ന ടാബ്ലറ്റിന് വിളിക്കുന്നത് എന്താണ്? ബക്കിൾ ടാബ്ലറ്റ്സ്, ചൂവബിൾ ടാബ്ലറ്റ്സ്, സബ്ലിംഗ്വൽ ടാബ്ലറ്റ്സ്, ഡിസ്പെൻസിങ് ടാബ്ലറ്റ്സ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, സബ്ലിംഗ്വൽ ടാബ്ലറ്റ്സ്. ഈ സബ്ലിംഗ്വൽ ടാബ്ലറ്റ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ഡയറക്ട്ലി അബ്സോർബ് ടു ദി സിസ്റ്റമിക് സർക്കുലേഷൻസ് ആൻഡ് ഇറ്റ് ബൈപാസസ് ദി ഫസ്റ്റ് പാസ് മെറ്റബോളിസം. ഓക്കെ, സോ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വരുന്നത്. Next question, substance that reduce the interparticular friction during compression of granules and the friction between the tablet and dipole during the ejection of tablets. സോ ഇജക്ഷൻ ഓഫ് ടാബ്ലറ്റ്സ് നടക്കുന്ന ടൈമിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് എന്താണ് ഈ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? സോ ഗ്ലൈഡൻ്റ് ആണോ, ലൂബ്രിക്കൻസ് ആണോ, അഡ്സോർബൻസ് ആണോ, ഡൈലുവൻസ് ആണോ? സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ലൂബ്രിക്കൻസ് ആണ് അല്ലേ. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്ലൈഡൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഫ്ലോ കൂട്ടാൻ വേണ്ടി, അതിൻ്റെ പൗഡറിൻ്റെ ആ ഗ്രാനുൾസിൻ്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൈഡൻറ്റ് യൂസ് ചെയ്യുന്നത്. ഡൈലുവൻ്റ് ആണെങ്കിലോ ഇൻക്രീസ് ദ ബൾക്ക്, ആൻഡ് അഡ്സോർബൻ്റ് ആണെങ്കിലോ ലിക്വിഡ്സിനെ ആ സർഫസിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്സോർബൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിന് റൈറ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോപ്പർട്ടി ഓഫ് എൻ ഐഡിയൽ entry coating material which is used for tablet coating is. ഐഡിയൽ entry coating മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ഏതായിരിക്കണം? റെസിസ്റ്റൻസ് ടു ഗ്യാസ്ട്രിക് ഫ്ലൂയിഡ്, റെസിസ്റ്റൻറ്റ് ടു ഇൻറ്റസ്റ്റിനൽ ഫ്ലൂയിഡ്, ലയബിൾ ടു ക്രാക്കിംഗ് ആൻഡ് ചിപ്പിംഗ്, വാട്ടർ പ്രൂഫ് കോട്ടിംഗ് ഈസ് റിക്വയർഡ് പ്രയർ ടു കോട്ടിംഗ്.
സോ ഇതിലേതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ? നമുക്കൊരു എൻട്രി കോട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഈ ഗ്യാസ്ട്രിക് ഫ്ലൂയിഡിനോട് റെസിസ്റ്റൻസ് കാണിക്കണം അല്ലേ. സോ അങ്ങനെയുള്ള ഇതാണല്ലോ എൻട്രി കോട്ടിംഗ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രി കോട്ടിംഗ് ചെയ്യുന്നത്. സോ ഇതിന് റൈറ്റ് ആൻസർ 6A ആണ് കേട്ടോ. അടുത്തത് സെല്ലുലോസ് അസറ്റേറ്റ് താലേറ്റ് ഈസ് എ ടാബ്ലറ്റ് കോട്ടിംഗ് മെറ്റീരിയൽ യൂസിങ് ഫോർ ഷുഗർ കോട്ടിംഗ്, സിറപ്പ് കോട്ടിംഗ്, എൻട്രി കോട്ടിംഗ്, ഫില്ലിംഗ് കോട്ടിംഗ്. ഈ സെല്ലുലേസ് അസറ്റേറ്റ് താലേറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കോട്ടിംഗ് മെറ്റീരിയലാണ്. ഏത് ടൈപ്പ് ഓഫ് കോട്ടിങ്ങിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എൻട്രി കോട്ടിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ എൻട്രി കോട്ടിങ്ങിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അതുപോലെ ഫില്ലിംഗ് കോട്ടിങ്ങിൽ ഏതൊക്കെ മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത് അത് കറക്റ്റായിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം കേട്ടോ. സോ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻട്രി കോട്ടിംഗ് എന്നുള്ള ആ ഒരു സെക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന കോൺസർവേഷൻ ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ ഡ്രൈ ഗ്രാനുലേഷൻ, സ്റ്റെറിലൈസേഷൻ ബൈ മെക്കാനിക്കൽ മെത്തേഡ്, മൈക്രോ എൻക്യാപ്സുലേഷൻ, ടെസ്റ്റിംഗ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ഓഫ് ടാബ്ലറ്റ്സ്. സോ കോൺസർവേഷൻ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഇതിലാണ്? മൈക്രോ എൻക്യാപ്സുലേഷനിലാണ് അല്ലേ. അവിടെയാണ് നമ്മൾ ഈ കോൺസർവേഷൻ ടെക്നിക്ക് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നമുക്ക് ഈ മൈക്രോ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ബാക്കിയുള്ള വേറെ കുറച്ച് ടെക്നിക്കുകളുണ്ടല്ലോ. വസ്റ്റർ പ്രോസസ്സ് ഉണ്ട്, എയർ സസ്പെൻഷൻ എന്ന് പറയും, പാൻ കോട്ടിംഗ് ഉണ്ട്, അതിൽ തന്നെ നമ്മൾ സോൾവൻറ്റ് ഇവാപ്രേഷൻ, സ്പ്രേ ഡ്രൈയിങ്, അങ്ങനെ കുറേ നമ്മൾ പഠിക്കാനില്ലേ. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ നോക്കിയിട്ട് പോകണം. കോൺസർവേഷൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എയർ സസ്പെൻഷൻ്റെ വേറൊരു പേര് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, വസ്റ്റർ പ്രോസസ്സ് എന്ന് പറയുന്ന പ്രോസസ്സ്. സോ അതൊക്കെ നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് തന്നെ പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് സോർബിറ്റോൾ ഇൻ സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ? ആസ് എ പ്രിസർവേറ്റീവ്, ആസ് എൻ ഒപ്പാസിഫയിങ് ഏജൻറ്റ്, ആസ് എൻ സ്വീറ്റനിങ് ഏജൻറ്റ്, ആസ് എ പ്ലാസ്റ്റിസൈസർ. സോ സോർബിറ്റോളിൻ്റെ യൂസ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പ്ലാസ്റ്റിസൈസർ അല്ലേ, പ്ലാസ്റ്റിസൈസറായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിസൈസറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്ലിസറിൻ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, PEG. ഓക്കെ, PEG. ഓക്കെ, സോ ഓരോന്നിനെയും നമ്മൾ പഠിക്കണം കേട്ടോ. ഇതിൽ നമുക്ക് ഓരോന്നിൻ്റെ എക്സാമ്പിൾസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ ക്യാപ്സൂൾസ് ഉണ്ടാക്കുമ്പോൾ ഓരോന്നിനും എക്സാമ്പിൾസ് ഉണ്ടല്ലോ. ഒപ്പാസിഫയിങ് ഏജൻറ്റായിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? മീഥൈൽ പാരബൻ, പ്രൊപ്പൈൽ പാരബൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലേവറിങ് ഏജൻറ്റ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? അല്ലെങ്കിൽ സ്വീറ്റനിങ് ഏജൻറ്റ്. അതൊക്കെ ഓരോന്നും നമ്മൾ കറക്റ്റായിട്ട് തന്നെ പേര് പഠിച്ചിട്ട് തന്നെ പോവുക. സ്വീറ്റനിങ് ഏജൻറ്റ് ഏതാണ്, ഫ്ലേവറിങ് ഏജൻറ്റ് ഏതാണ്, അത് മാറിപ്പോകരുത് കേട്ടോ. ഷുഗറാണ് നമ്മൾ സ്വീറ്റനിങ് ഏജൻറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലേവറിങ് ഏജൻറ്റാണ് ഈതൈൽ വാനിലിനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ആൻറ്റി ഡസ്റ്റിംഗ് ഏജൻറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഇനേർട്ട് ഓയിൽ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ നോക്കിയിട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ടൈം സ്പെസിഫൈഡ് ഫോർ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ ആസ് പെർ ദ ഇന്ത്യൻ ഫാർമക്കോപ്പിയ? 30 minutes, 60 minutes, 90 minutes ആൻഡ് 45 minutes. സോ ഇത് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ, ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കുക. സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂളാണോ ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂളാണോ എന്നുള്ളത് നോക്കണം. സോ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ 2 തവണയെങ്കിലും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് മാറിപ്പോകരുത്, കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂളിൻ്റെ ടൈം എത്രയാണ് പറയുന്നത്? ഇറ്റ് ഈസ് സോഫ്റ്റ് ജെലാറ്റിൻ 60 minutes ആണല്ലേ, 60 minutes ആണ് വരുന്നത്. ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂൾസ് ആണെങ്കിലാണ് നമുക്ക് 30 minutes നമ്മൾ വരിക. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ദ ജെൽ, അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് ഇല്ലേ, അത് നമ്മൾ നോക്കിയിട്ട് പോവുക കേട്ടോ. സോ ഇതിൽ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ജെലാറ്റിൻ്റെ നമ്മൾ എത്രയാണ് വരിക? സോഫ്റ്റ് ജെലാറ്റിൻ 6 to 10% ആയിരിക്കും നമുക്ക് വരിക. അതുപോലെ തന്നെ ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂൾസിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് എത്രയാണ് വരുന്നത്? 12 to 16%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കോമ്പൗണ്ട് ട്രഗാൻ പൗഡർ ഈസ് യൂസിങ് ഇൻ സസ്പെൻഷൻ കണ്ടെയ്ൻ ഇൻഡിഫ്യൂസിബിൾ സോളിഡ് ആസ് എ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്, കളറിംഗ് ഏജൻറ്റ്, ഫ്ലേവറിംഗ് ഏജൻറ്റ്, ഹ്യൂമക്റ്റൻസ്. സോ കോമ്പൗണ്ട് ട്രഗാൻ പൗഡർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രൊട്ടക്റ്റീവ് കൊളോയിഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസ് ലൈറ്റ് മഗ്നീഷ്യം കാർബണേറ്റ് ഈസ് എ സൊല്യൂബിൾ സോളിഡ്, ഇൻഡിഫ്യൂസിബിൾ സോളിഡ്, ഡിഫ്യൂസിബിൾ സോളിഡ്, പൊട്ടൻറ്റ് ഡ്രഗ്. സോ നമുക്കിത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫ്യൂസിബിൾ സോളിഡ്സ്, അതായത് സസ്പെൻഷൻ്റെ പ്രിപ്പറേഷനിൽ പഠിച്ചിട്ടുണ്ട് ഡിഫ്യൂസിബിൾ സോളിഡ്സ് കൊണ്ടുള്ള പ്രിപ്പറേഷൻ, ഇൻഡിഫ്യൂസിബിൾ സോളിഡ്. അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് കറക്റ്റായിട്ട് തന്നെ നമ്മൾ വായിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. അത് നമുക്കിങ്ങനെ ഓരോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലൈറ്റ് മഗ്നീഷ്യം കാർബണേറ്റ് ആണ്. അതുപോലെ ചിലപ്പോൾ നമുക്ക് വേറെ എക്സാമ്പിൾസ് ചോദിക്കാം, മഗ്നീഷ്യം ട്രൈ സിലിക്കേറ്റോ, റുബാർബ് പൗഡർ. ഇതൊക്കെ എന്ത് ടൈപ്പ് ഓഫ് ഡിഫ്യൂസബിൾ സോളിഡ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, ലൈറ്റ് മഗ്നീഷ്യം കാർബണേറ്റ്, അതുപോലെ തന്നെ എന്താണ് റുബാർബ് പൗഡർ, അതുപോലെ തന്നെ കാൽഷ്യം കാർബണേറ്റ്, അതുപോലെ തന്നെ എന്താണ് മഗ്നീഷ്യം ട്രൈ സിലിക്കേറ്റ്, അതൊക്കെ. സോ ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സ് നമുക്ക് അതുപോലെ തന്നെ പഠിക്കാനുണ്ട്. എക്സ്റ്റേണൽ യൂസ്, ഇൻറ്റേർണൽ യൂസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ലൈക്ക് ആസ്പിരിൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫിനോ ബാർബിറ്റോൺസ് വരുന്നുണ്ട്, അതുപോലെ എന്താണ് സിങ്ക് ഓക്സൈഡ് ഉണ്ട്, കലാമിനുണ്ട്, ഹൈഡ്രോകോർട്ടിസോൺ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എക്സാമ്പിൾ കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. What is the ratio of phenol and purified water for preparing liquefied phenol as per IP? 10:90, 80:20, 50:50 and 70:30. So liquefied phenol prepare ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 80:20. Okay, the hydrophilic lipophilic balance range of oil water type of emulsion forming emulsion is. സോ നമ്മൾ ഇതിൽ HLB സ്കെയിലിലാണ് നമ്മൾ ഒത്തിരി പഠിക്കാണ്ടല്ലേ, ഡിഫറെൻറ്റ് നമുക്ക് ഓയിൽ ഇൻ വാട്ടറിലുള്ള റേഞ്ച്, വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ്, അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ഓരോ 5-6 സെക്ഷൻ അങ്ങാണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഓരോന്നും പഠിച്ചിട്ട് തന്നെ പോവുക. നമുക്കറിയാം 1 to 3 എന്ന് പറയുമ്പോൾ ആൻറ്റി ഫോമിങ് ഏജൻസ് ആണ്, 4 to 6 ആണ് ശരിക്കും വാട്ടർ ഇൻ ഓയിൽ വരുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഓയിൽ ഇൻ വാട്ടർ ആണ്. ഓയിൽ ഇൻ വാട്ടർ ഏതാ റേഞ്ച് വരുന്നത്? 15 to 18 ആണോ, 7 to 9 ആണോ, 8 to 18 ആണോ, അതിൽ 13 to 5 ആണോ? നമുക്ക് ആൻസർ സി ആണല്ലേ, 8 to 18 ആണ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് നമുക്ക് വരുന്നത്. ഓക്കെ, 15 to 18 വരുന്ന സൊല്യൂബിലൈസിങ് ഏജൻറ്റിൻ്റെ ഒരു ഇതാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 13 to 15 എന്ന് പറയുന്നത് ഏതാണ്? ഡിറ്റർജൻസിൻ്റെയാണ് വരുന്നത് അല്ലേ, ഡിറ്റർജൻസ് ആണ് വരുന്നത്. 7 to 9 എന്ന് പറഞ്ഞാൽ വെറ്റിംഗ് ഏജൻറ്റിൻ്റെയാണ് വരിക. ഓക്കെ, വെറ്റിംഗ് ഏജൻറ്റിൻ്റെയാണ് വരുന്നത്. ഓക്കെ, സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കിയിട്ട് പോകാം കേട്ടോ. ഇൻ കേസ് ഓഫ് ടെമ്പററി ഓർ പെർമനൻറ്റ് റീനൽ ഫെയിലിയർ ദ റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് ദ മെയിൻ്റെനൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഈസ് ഡൺ ബൈ. സോ റീനൽ ഫെയിലിയറിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ഹീമോഡയാലിസിസ്, ഫിൽട്രേഷൻ, റേഡിയേഷൻ, ഇൻഫ്യൂഷൻ. സോ ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. റീനൽ ഫെയിലിയർ ടെമ്പററി ആയാലും പെർമനൻറ്റ് റീനൽ ഫെയിലിയർ വന്നാലും വേസ്റ്റ് പ്രൊഡക്റ്റ് റിമൂവ് ചെയ്യുന്ന വിത്ത് ഹെൽപ്പ് ഓഫ് ഹീമോഡയാലിസിസ് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കോസ്മെറ്റിക് പ്രൊഡക്റ്റ് വിച്ച് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ദ സ്വെറ്റ് ഫോർമേഷൻ ആൻഡ് ബോഡി ഓർഡർ, ആൻറ്റി പെർസ്പിരൻസ് ആൻഡ് ഡിയോഡറൻസ്, ഷാംപൂസ്, ഡെപ്പിലേറ്ററി ഏജൻറ്റ്, ക്ലെൻസിങ് ക്രീംസ്. സോ ഇതിൽ നമ്മൾ സെറ്റ് ഫോർമേഷനും ബോഡി ഓർഡർ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക് പ്രൊഡക്റ്റിന് എന്താ പറയുന്നത്? ആൻറ്റി പെർസ്പിരൻസ് ആൻഡ് ഡിയോഡറൻസ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് ഇഞ്ചക്ഷൻസ് ആർ ഗീവൺ ബിറ്റ്വീൻ ദ ഡ്യൂറാ മാറ്റർ ആൻഡ് ഇന്നർ ആസ്പെക്ട് ഓഫ് ദി വെർട്ടിബ്രൽ റൂട്ട് ആർ. ഓപ്ഷൻസ്: ഇൻട്രാതീക്കൽ ഇഞ്ചക്ഷൻസ്, ഇൻട്രാസിസ്റ്റേണൽ ഇഞ്ചക്ഷൻസ്, ഇൻട്രാ ആർട്ടിക്കുലാർ ഇഞ്ചക്ഷൻസ്, പെരിഡൂറൽ ഇഞ്ചക്ഷൻസ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡ്യൂറാമാറ്ററിനും ഇന്നർ ആസ്പെക്ട് ഓഫ് വെർട്ടിബ്രയിലും ബിറ്റ്വീൻ ഡ്യൂറാമാറ്ററിനും വെർട്ടിബ്രയുടെ ഇന്നർ ആസ്പെക്റ്റിനും ഇടയ്ക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ദാറ്റ് ഈസ് പെരിഡൂറൽ ഇഞ്ചക്ഷൻസ്. നമുക്കറിയാം പെരിഡൂറൽ ഇഞ്ചക്ഷൻ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാലും പെരിഡൂറൽ ഇഞ്ചക്ഷൻസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മൾക്ക് ഇൻട്രാതീക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? സബാർക്കനോയിഡ് സ്പേസിലേക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ് നമ്മൾ ഇൻട്രാതീക്കൽ ഇഞ്ചക്ഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻട്രാസിസ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റേർണ മാഗ്ന എന്ന് പറയും. അങ്ങോട്ട് കൊടുക്കുന്ന നമ്മൾ സിസ്റ്റേർണ മാഗ്ന. സോ അങ്ങോട്ട് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ നമ്മൾ ഇൻട്രാസിസ്റ്റേണൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രാ ആർട്ടിക്കുലാർ എന്ന് പറയുമ്പോൾ എന്താണ്? ജോയിൻറ്റ് സ്പേസിലേക്കൊക്കെ കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ് വരുന്നത്. ഇത് സബാർക്കനോയിഡ് സ്പേസിലേക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ്. ഓക്കെ, സോ ഈ പെരിഡൂറലിന് തന്നെയാണ് നമ്മൾ എപ്പിഡൂറൽ എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ അനിമൽ വിച്ച് ഈസ് യൂസ്ഡ് ടു പെർഫോം പൈറജൻ ടെസ്റ്റ് ഇൻ ഇഞ്ചക്ഷൻസ്, ഡോഗ്, ക്യാറ്റ്, റാബിറ്റ് ആൻഡ് ഹോഴ്സ്. സോ പൈറജൻ ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അനിമൽസ് റാബിറ്റ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽട്ടർ വിച്ച് ഈസ് യൂസിങ് ഫോർ മേക്കിംഗ് ദ എയർ ഇൻ ദ അസെപ്റ്റിക് ഏരിയ ഫ്രീ ഫ്രം ഫൈബേഴ്സ്, ഡസ്റ്റ് ആൻഡ് മൈക്രോ ഓർഗനിസംസ്. ഏത് ഫിൽറ്ററാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഹൈ എഫിഷ്യൻസി പർട്ടിക്കുലേറ്റ് എയർ ഫിൽട്ടർ, ബി മെറ്റാ ഫിൽട്ടർ, സി ഫിൽട്ടർ ക്യാൻഡിൽസ് ആൻഡ് ഡി സിൻഡേർഡ് ഫിൽട്ടേഴ്സ്. ഓക്കെ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ലേ. നമ്മൾ അസെപ്റ്റിക് ഏരിയയിൽ യൂസ് ചെയ്യുന്നത് ഹെപ്പ ഫിൽട്ടേഴ്സ് അല്ലെങ്കിൽ ഹൈ എഫിഷ്യൻസി പർട്ടിക്കുലേറ്റ് എയർ ഫിൽട്ടേഴ്സ് ആണ്. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബേസ് വിച്ച് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഐ ഓയിൻമെൻറ്റ് ബേസ്, യെല്ലോ സോഫ്റ്റ് പാരഫിൻ, വൈറ്റ് സോഫ്റ്റ് പാരഫിൻ, ലിക്വിഡ് പാരഫിൻ, വൂൾ ഫാറ്റ്. സോ ക്വസ്റ്റ്യൻ നമ്മൾ ഈ നോട്ട് എന്നുള്ള വേർഡ് ഉണ്ട്, നോട്ട് സൂട്ടബിൾ, അതായത് അയോയിൻമെൻറ്റ് ബേസ് ഉണ്ടാക്കുമ്പോൾ ഒട്ടും സൂട്ടബിൾ അല്ലാത്തത് ഏതാണ് അല്ലേ, അതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? വൈറ്റ് സോഫ്റ്റ് പാരഫിനാണ് വരുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? കാരണം ഈ യെല്ലോ സോഫ്റ്റ് പാരഫിനെ ബ്ലീച്ച് ചെയ്തിട്ടായിരിക്കും നമുക്ക് വൈറ്റ് സോഫ്റ്റ് പാരഫിൻ നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. സോ ഈ ബ്ലീച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റൊക്കെ അതിലുണ്ടായിരിക്കുമല്ലോ. സോ അത് എന്ത് ചെയ്യും? ഐയിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. സോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വൈറ്റ് സോഫ്റ്റ് പാരഫിൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഐ ഓയിൻമെൻറ്റ് ബേസ്. ഓക്കെ, അപ്പോൾ ഒരു ആൻസർ കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് IP? ഓക്കെ,
It is an aqueous solution of hydrogen chloride in water and of purity not less than 35% weight by weight and not more than 38% weight by weight of HCl. It is an aqueous solution of hydrogen chloride in water and purity not less than 38% weight by weight and not more than 40% weight by weight of hydrochloric acid, HCl. It is a concentrated solution of hydrochloric acid of purity not less than 97% weight by weight and not more than 102% weight by weight of HCl. It is a concentrated solution of hydrochloric acid of purity not less than 95% weight by weight and not more than 100% weight by weight of HCl. സോ ഇവിടെ നമുക്ക് പ്യൂരിറ്റിയുടെ ബേസിലാണല്ലോ ഇത് മനസ്സിലാക്കേണ്ടത്. ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. അതിൻ്റെ പ്യൂരിറ്റിയുടെ ലെവൽ 35 to 38% ഇടയ്ക്കായിരിക്കും പ്യൂരിറ്റി നിൽക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ഷുഡ് ഹാവ് പ്യൂരിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഡാഷ് ആൻഡ് ഡാഷ് ആസ് പെർ IP. സോ ഇവിടെ ചോദിച്ചത് പ്യൂരിറ്റിയും അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഏതിൻ്റെ? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ. ഓക്കെ, ഇത് കോൺസെൻട്രേറ്റഡ് ഫോമാണ് ഈ പറഞ്ഞത്. 35 to 38% ഇടയ്ക്ക് വരുന്നത് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, സോ ഡൈല്യൂട്ട് ഫോം ആക്കുമ്പോൾ അതിൻ്റെ പ്യൂരിറ്റി എന്ന് പറയുന്നത് ഏതാണ്? പ്യൂരിറ്റി 9.8 to 10.8% വെയ്റ്റ് ബൈ വെയ്റ്റ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി 1.04 to 1.05. ഓക്കെ, അടുത്ത ബി ഓപ്ഷൻ എന്താണ്? 8.5 to 10.5% വെയ്റ്റ് ബൈ വെയ്റ്റും സ്പെസിഫിക് ഗ്രാവിറ്റി 1.34 to 1.15 ആണ് തന്നിരിക്കുന്നത്. സി എന്നുള്ള ഓപ്ഷൻ 8.5 to 10.5 തന്നെ തന്നേക്കുന്നു. 1.04 to 1.25 തന്നേക്കുന്നു. ഡി എന്താണ്? 9.5 to 10.5 തന്നിരിക്കുന്നു. സ്പെസിഫിക് ഗ്രാവിറ്റി 1.04 to 1.05 g/ml. ഓക്കെ, സോ ഇതിൽ നമുക്ക് പ്യൂരിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഏതാണെന്ന് അറിയണം അല്ലേ? അതിൽ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി അല്ലേ? പ്യൂരിറ്റി 9.5 to 10.5% ഉണ്ടായിരിക്കും. അതിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.04 to 1.05 g/ml ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one among the given option is not നാച്ചുറൽ സോഴ്സ് ഓഫ് ബോറിക് ആസിഡ്? നാച്ചുറൽ സോഴ്സ് ഓഫ് ബോറിക് ആസിഡ് അല്ലാത്തത് ബോറോകാൽസൈറ്റ്, ലൂസൈറ്റ്, കൊളിമാനൈറ്റ് ആൻഡ് ബൊറാക്സ്. സോ ബോറിക് ആസിഡിൻ്റെ സോഴ്സ് അല്ലാത്തത് ഇതിലേതാണ് നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി അല്ലേ? ബി ആണ് വരുന്നത്. ബാക്കി മൂന്നും നമുക്ക് പഠിച്ചതാണ് ബോറിക് ആസിഡിൻ്റെ നാച്ചുറൽ സോഴ്സസ് തന്നെയാണ്. സോ നമ്മൾ പറഞ്ഞല്ലോ ഈ നോട്ട് എന്നുള്ള വേർഡൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട്, അതിൽ എക്സെപ്റ്റ് അങ്ങനത്തെ വരുന്നതൊക്കെ നമ്മൾ നോക്കണം. കാരണം നമുക്ക് ചിലപ്പോൾ മാറിപ്പോവും, നമ്മളത് ശ്രദ്ധിക്കണം അങ്ങനത്തെ വേർഡ്സ് വരുമ്പോൾ. Okay, അടുത്ത question. Which of the following statement is correct about the strong ammonia hydroxide solution? It is an aqueous solution of ammonia of purity not less than 27% weight by volume and not more than 30% weight by volume of ammonia. It is an aqueous solution of ammonia